വെൽക്കം ടീച്ചേഴ്സ് പി എസ് സി. ഇതും ഞാൻ നേരത്തെ നിങ്ങൾ മുന്നേ വീഡിയോ KVS NVSന്റെ വേക്കൻസി നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട രാജ്യസഭയുടെ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പേർക്ക് അറിയാവുന്നുള്ള കാര്യം അറിയത്തില്ല. 2024 വിളിച്ചിരുന്നു, ഇനിയിപ്പോ 2025 ഉടൻ തന്നെ വിളിക്കാൻ പോകുന്നു. ഈ ഒരു വേക്കൻസിയെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാനത്തെ പറ്റി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇങ്ങനൊരു സംവിധാനത്തെ പറ്റി ആർക്കെങ്കിലും അധികം പേർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പം അറിയിക്കുക എന്നൊരു ഉദ്യമം കൂടി ഇതിലുണ്ട്. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ തരത്തിലുള്ള എല്ലാ ടീച്ചിങ് എക്സാംസിന്റെയും കേറ്ററ്റ്, സീറ്ററ്റ്, ഫിഷറീസ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ KVS NVS EMRS AES DSSP ഇതിന്റെ എല്ലാം ടീച്ചിങ്ങിന്റെ കോച്ചിങ്ങും എല്ലാ സബ്ജക്റ്റിന്റെയും അവൈലബിൾ ആണ്. നോൺ ടീച്ചിങ് ഉൾപ്പെടെ എല്ലാം അവൈലബിൾ ആണ്. അതിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RRB ടീച്ചർ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ, ക്ലാസ്സുകളെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. താഴെ സ്ക്രോൾ ചെയ്ത നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുകയോ മീൻസ് വാട്സ്ആപ്പ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. സോറി, AEES അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഓക്കെ, ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലുള്ള സ്കൂളുകളാണ് ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. ഓക്കെ, അപ്പൊ ഇതിലേക്കുള്ള ഈ അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലേക്കുള്ള വേക്കൻസികൾ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്, വിളിക്കാറുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ അറിഞ്ഞിട്ടോ എന്ന് അറിയത്തില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതില് വിളിക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് വിളിക്കും. അതായത് PRT പ്രൈമറി ടീച്ചർ, TGT ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, അതുപോലെ തന്നെ PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, അതുപോലെ തന്നെ NTT എന്ന് പറയുന്ന അതായത് നഴ്സറി ടീച്ചർ, ബാലവാടിക ടീച്ചർ. ഓക്കെ, അപ്പൊ ഇത്രയും വേക്കൻസികൾ ഒരുമിച്ചാണ് ഇതിൽ വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇപ്പോഴേ ഇറങ്ങിയിരിക്കുന്ന വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ് ഇറക്കിയിരിക്കുന്നവര്. ഉടൻ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വിളിക്കും. നമ്മുടെ മറ്റ് സബ്ജക്റ്റുകളോടൊപ്പം, നമ്മുടെ KVSനോടൊപ്പം അതിന്റെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്, സെയിം ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് KVSഉം NVSഉം EMRSഉം ഈ AES ഒക്കെ ഒരേപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ തരം പോസ്റ്റുകളിലേക്കും ഈ അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി വിളിച്ചിട്ടുണ്ട്. അതില് ഞാൻ ആദ്യമേ ഇപ്പൊ നോട്ടിഫൈ ചെയ്ത വേക്കൻസിയുടെ എണ്ണം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു റിവൈസ് റൂൾ ആയിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇതില് വിളിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം PGT, ഓക്കെ, PGTയുടെ പോസ്റ്റ് 288 പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ TGT ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ 638 പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. PRT എന്ന് പറയുന്നത് 580 പോസ്റ്റുകളാണ്. അതുപോലെ തന്നെ NTT ബാലവാടിക ടീച്ചർ എന്ന് പറയുന്നത് 55. ഓക്കെ, ഇതിന്റെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ മറ്റുള്ള KVSന്റെയോ NVSന്റെയോ EMRSന്റെയോ ഒക്കെ സെയിം ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസും. അപ്പൊ ഇതിൽ വിളിച്ചിരിക്കുന്നത് വൈസ് പ്രിൻസിപ്പളിനെ വിളിച്ചിട്ടുണ്ട്, വൈസ് പ്രിൻസിപ്പള്, PGT, TGT, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഹെഡ് മാസ്റ്റർ ആൻഡ് ഹെഡ് മിസ്റ്റേഴ്സ്, പ്രൈമറി ടീച്ചർ നോർമൽ ഉണ്ട്, പ്രൈമറി ടീച്ചർ മ്യൂസിക് ഉണ്ട്, ബാലവാടിക ടീച്ചർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നോൺ ടീച്ചിങ് വേക്കൻസികളായ ഒത്തിരി പോസ്റ്റുകൾ, അതായത് ലൈബ്രറി സയൻസ് പഠിച്ചവർക്കുള്ള ലൈബ്രറിയൻ വേക്കൻസി ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ പ്രിൻസിപ്പൽസിന് 2024 31 വേക്കൻസീസ് ആണ് ഉണ്ടായത്. പ്രിൻസിപ്പൽസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിൻസിപ്പാൽ എന്ന് പറയുന്ന പോസ്റ്റ്, അതുപോലെ തന്നെ പിന്നെ ഉള്ളത് വൈസ് പ്രിൻസിപ്പൽ ഉണ്ട്. 2024 34 വേക്കൻസീസ് ആണ് ഉണ്ടായിരുന്നത്.
ഞാൻ എന്തുകൊണ്ടാണ് ക്വാളിഫിക്കേഷൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റതിന്റെയൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അതേ സെയിം ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഏജ് റിലാക്സേഷൻ കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഇതിന്റെ കാര്യം. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ വിളിക്കുന്നത് ഇംഗ്ലീഷ്, പോസ്റ്റുകൾ ഏതൊക്കെയെന്ന് പറയാം. ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി, തമിഴ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇലക്ട്രോണിക്സ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇലക്ട്രോണിക്സ്. ഇതില് കമ്പ്യൂട്ടർ സയൻസിന്റെ ക്വാളിഫിക്കേഷനിലാണ് ചെറിയൊരു സംശയം എല്ലാവരും നിലനിൽക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസിന് BEdും CTETും വേണോ എന്നുള്ളൊരു കാര്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. അത് മുൻ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് PGT കമ്പ്യൂട്ടർ സയൻസിന് സാധാരണയായിട്ട് BEdോ CTETോ വേണ്ട. കാരണം എല്ലാ സ്റ്റേറ്റിലും അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. ഓക്കെ, ചില റിവേഴ്സ് റൂളില് നോർമൽ എല്ലാം എഴുതുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ ക്വാളിഫിക്കേഷൻ എഴുതുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കമ്പ്യൂട്ടർ സയൻസിന്റെ ക്വാളിഫിക്കേഷൻ MSc കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ MCA, ഓക്കെ, അല്ലെങ്കിൽ ME ഓർ MTech മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് മതി. അല്ലെങ്കിൽ അതിൽ ME അല്ലെങ്കിൽ MTechലുള്ള കമ്പ്യൂട്ടർ സയൻസോ ITയോ പഠിച്ചാൽ മതി. 50% മാർക്ക് വേണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. പിന്നെ PGT ഇലക്ട്രോണിക്സ് സ്പെഷ്യൽ ആയിട്ട് അറിയാനുള്ള PGT ഇലക്ട്രോണിക്സ് ഉണ്ട്. അതിലും MSc തന്നെയാണ് ഇലക്ട്രോണിക്സ് വേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള PGTയുടെ ക്വാളിഫിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെയാണ് TGT ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ TGT പ്രധാനമായിട്ടും വരുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, മറാത്തി, തമിഴ്, പിന്നെ മറ്റുള്ള നമ്മുടെ മലയാളം ഉൾപ്പെടെയുള്ള റീജിയണൽ ലാംഗ്വേജും വിളിക്കാറുണ്ട്. ഓക്കെ, മലയാളം പഠിച്ചവർക്കും വേക്കൻസീസ് വരാറുണ്ട്. മാത്തമെറ്റിക്സ് 2024 കൊടുത്തിരിക്കുന്നത്. മാത്തമെറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഓർ ബയോളജി, സോഷ്യൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ആർട്സ് ടീച്ചർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ 2 കാറ്റഗറീസ് ഉണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. ആൻഡ് ലൈബ്രറിയൻ. ഓക്കെ, ഇത്രയുമാണ് TGTക്ക് സാധാരണ വിളിക്കുന്നവർ. 2024 638 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാനത് പറഞ്ഞു. ഇപ്പോഴും TGTക്ക് ആ ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി അതിന്റെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളതിന്റെ അതേ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നോക്കാനുള്ള ലൈബ്രറിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് BLC വേണം എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. ഓക്കെ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നമുക്കറിയാലോ, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ വേണം, BEd വേണം, പിന്നെ നിങ്ങൾക്ക് ഏതാണോ സ്പെഷ്യൽ എഡ്യൂക്കേഷനുള്ള ഒരു ഡിപ്ലോമയാണ് ആവശ്യം. അതിവിടെ പറയുന്നുണ്ട്. PG ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, PG ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അങ്ങനെ ഓരോന്നിന്റെയും ഏത് വിഷ്വൽ ആണോ, ലോക്കോമോട്ടർ ആണോ, സെർവൽ പാൾസി ആണോ, അങ്ങനെ ഏതാണോ, ന്യൂറോളജിക്കൽ ആണോ, അങ്ങനെ ഏതാണോ, അത് ഡെഫ് ആണോ, ഡംബ് ആണോ, വിഷ്വൽ ഇമ്പേർമെന്റ് ആണോ, അങ്ങനെയുള്ള ആ സ്പെഷ്യൽ എഡ്യൂക്കേറ്റ് ആ ഒരു ഡിപ്ലോമയും കൂടി വേണം. അതായത് ഡിഗ്രി പ്ലസ് BEd പ്ലസ് ആ ഡിപ്ലോമ. അതാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ്. അത് നമുക്കറിയാമല്ലോ, മറ്റതിന്റെ അതേ സെയിം സാധനങ്ങൾ തന്നെയാണ്. പിന്നെ പ്രൈമറി ടീച്ചർ സെയിം. അടുത്തത് അതുപോലെ തന്നെ ബാലവാടിക ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ഡിപ്ലോമ ഇൻ നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, DECED എന്ന് പറയുന്ന നഴ്സറി ടീച്ചർ കോഴ്സ് പഠിച്ചിരിക്കണം. അതാണ് അതായത് PPTTC നിങ്ങളിവിടെ പഠിക്കുന്നത്. അതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാലവാടി. അപ്പൊ ഇത്രയുമാണ് ഇതിലെ വേക്കൻസീസ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ഇട്ടതുകൊണ്ട് തന്നെ AS ഉടൻ തന്നെ ബാക്കിയുള്ള അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വിളിക്കും. 2024 വേക്കൻസി നോട്ടിഫിക്കേഷനാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പോസ്റ്റുകള് ഇതേപോലെ തന്നെ സെയിം ലെവലിൽ പോസ്റ്റുകള് ഇതിലും നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മൾ ഈ വരുന്ന KBSനോടും NVSനോടും EMRSനോടും ഒക്കെ ചേർന്ന് തന്നെ വരുന്നൊരു എക്സാം ആണിത്. അതേ സെയിം സ്കെയിലും മറ്റു കാര്യങ്ങളൊക്കെയാണ്, സാലറി സ്കെയിലും മറ്റു കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം ആലോചിക്കാനുള്ളത്, അടുത്ത
26 അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ ആ ഒരു മാസത്തിൽ നമ്മുടെ 8th പേ കമ്മീഷൻ സ്റ്റാർട്ട് ആവും. അപ്പം എല്ലാ പോസ്റ്റുകൾക്കും ഏകദേശം 1 lakh എബോവ് സാലറി നിങ്ങൾക്ക് കിട്ടും. ആ 8th പേ കമ്മീഷനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ അവർ കട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഇഷ്യൂസ് ഇല്ല. ഓക്കെ, അപ്പം മിനിമം ബേസിക് സാലറി ഒരു 45,000 എബോ, അതായത് MTS പോലുള്ള ലാസ്റ്റ് ഗ്രേഡ് പോലുള്ള സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റിന് അത്രയും സാലറി ആവുന്നുണ്ട്. അപ്പൊ ടീച്ചറിന്റെ സാലറി എന്ന് പറയുന്നത് 8th പേ കമ്മീഷനിലേക്ക് മാറുമ്പോഴത്തേക്ക് എബോവ് എല്ലാ പോസ്റ്റുകൾക്കും എബോവ് 1,12,000 മുകളിൽ സാലറി വരുന്ന ഒരു പോസ്റ്റ് കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളെ അറിയിക്കുക എന്താണ് AES, അതിന് എത്രത്തോളം പോസ്റ്റുകൾ വിളിക്കും എന്ന് അറിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതും കൂടി നിങ്ങൾ കണക്കാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് സീറ്റ് ഇല്ലാത്തവരൊക്കെ വരുന്ന സീറ്റ് എക്സാംസ് ഒക്കെ എഴുതുക കേട്ടോ. മാക്സിമം എത്രയും പെട്ടെന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം ബൾക്ക് ഓഫ് വാക്കൻസികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ബാക്കി മറ്റുള്ള അപ്ഡേറ്റ്സ് ഉടൻ തന്നെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.